എന്റെ കൂടെ ഞങ്ങളുടെ സൂപ്പർവൈസറായ മിസ്റ്റർ രമേശ് ഉണ്ട്. രമേശാണ് ഞങ്ങളുടെ പെയിന്റിംഗ് ജോലിയെല്ലാം ചെയ്യുന്നത്. ഞാൻ രമേശോട് കാര്യം ചോദിക്കുകയാണ്. നമ്മളിപ്പോ ടെക്സ്ചർ പെയിന്റുകളുണ്ട് മാർക്കറ്റിനകത്ത്, ലിക്വിഡ് വാൾപേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതാണ് കോസ്റ്റ് എഫക്റ്റീവ്? അതായത് ഇപ്പോൾ ഹൈലൈറ്റ് പെയിന്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ രമേശിന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിനുള്ളിൽ നമുക്ക് ഏത് പെയിന്റ് ആണ് നമുക്ക് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഒരു ഡിഫറന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും ഒരു കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഹൈലൈറ്റർ തന്നെയാണ്. കാരണം നമ്മളെ ഈ വാൾപേപ്പർ കുറെ നാൾ കഴിയുമ്പോഴും മങ്ങി പല സ്ഥലങ്ങളും ഈർപ്പം പിടിച്ച് വലിച്ചിളക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ പോയി ഒന്നേന്ന് പിന്നെ പുട്ടിയിട്ട് റീപെയിന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ പിന്നെ അതേസമയം നമ്മളെ ടെക്സ്ചർ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കോസ്റ്റ് കൂടുതലാണ്, മെയിൻ്റെനൻസ് പാടാണ്. കാരണം നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വേണ്ട, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നണമെങ്കിൽ ടെക്സ്ചർ അഴിച്ചു മാറ്റിയിട്ട് നമുക്ക് വീണ്ടും റീപെയിന്റ് ചെയ്യണതിന് വളരെ ബുദ്ധിമുട്ടുമാണ്. വീണ്ടും നല്ല കോസ്റ്റ് വീണ്ടും അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാവണം. അപ്പോൾ എന്തുകൊണ്ടും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതാവുമ്പോൾ ഹൈലൈറ്റർ ആകുമ്പോൾ പാർട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാം. വളരെ കംഫർട്ടബിൾ ആണ്. അപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പെയിന്ററിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹൈലൈറ്റർ പെയിന്റ് ആണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീടിന്റെ പെയിന്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഹൈലൈറ്റ് പെയിന്റ് ആണെങ്കിൽ നിങ്ങളുടെ പോക്കറ്റ് കാലിയാവാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ശ്രദ്ധിക്കുന്നത് എനിക്കറിയാം. നമുക്ക് വീണ്ടും കാണാം ആർട്ട് ഫ്ലെയിംസിന്റെ മറ്റൊരു വീഡിയോയിലൂടെ.